നമസ്കാരം. മെയിൽ ടേപ്പ് റിട്ടേണിംഗ്, ബൈ ടേപ്പ് റിട്ടേണിംഗ് അറ്റാച്ച്മെൻറ്റ്, ഓഫ്സെറ്റ് ടെയിൽ സ്റ്റോക്ക് എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് മെയിൽ ടേപ്പർ നിർമ്മിക്കുക. ഉപരിതലം നെർലിംഗ് ചെയ്യുക. ടേപ്പറിന്റെ എക്സ്പ്രഷൻ അനുസരിച്ച് ഓഫ്സെറ്റിന്റെ അളവ് കണക്കാക്കുക. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് രീതി ഉപയോഗിച്ച് എക്സ്റ്റേണൽ ടേപ്പർ ടേണിംഗ് ചെയ്യുക. ഈ എക്സർസൈസ് നടത്തുവാൻ ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് കാലിപ്പർ, ഫേസിംഗ് ടൂൾ, സെന്റർ ഡ്രിൽ, ചേംഫറിംഗ് ടൂൾ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, നെർലിംഗ് ടൂൾ, ഡ്രിൽ ബിറ്റുകൾ, ഡ്രിൽ ചക്ക്, പാർട്ടിംഗ് ടൂൾ, ബോറിംഗ് ടൂൾ, വെർനിയർ ബൊവൽ പ്രൊട്രാക്ടർ, വെർനിയർ കാലിപ്പർ. ടേപ്പറുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിക്കുന്നത് ടേപ്പർ ടേപ്പ്, ലോങ് ടേപ്പറുകൾ, പവർ ഫീഡ്, ഇന്റേണൽ ടേപ്പറുകൾ, 7 ഡിഗ്രിയിൽ കുറഞ്ഞ ടേപ്പർ ആംഗിൾ. അറ്റാച്ച്മെന്റിന് ഒരു സൈഡുണ്ട്. അത് ബെഡിനരികിൽ ഉറപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഒരു സ്ക്രൂ മെക്കാനിസം ഉപയോഗിച്ച് ആവശ്യമായ ടേപ്പർ ആംഗിളിലേക്ക് നീക്കുവാനും കഴിയും. ഗൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ബ്ലോക്ക് ഒരു പിവറ്റ് ജോയിന്റിലൂടെ ക്രോസ് സ്ലൈഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ക്രോസ് ഫീഡ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ടൂൾ അടങ്ങിയിരിക്കുന്ന ക്രോസ് സ്ലൈഡ് ഗൈഡിനൊപ്പം നീങ്ങുന്നു. ഗൈഡിന്റെ സ്ഥാനം ഒരു ആംഗിളിൽ നിന്ന് മാറ്റുമ്പോൾ ആവശ്യമായ ടേപ്പർ ആംഗിൾ വർക്ക് പീസിൽ ലഭിക്കും. കോമ്പൗണ്ട് സ്ലൈഡ് ഉപയോഗിച്ച് കട്ടിന് ആവശ്യമുള്ള ആഴം നൽകാം. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് എക്സ്റ്റേണൽ ടേപ്പർ നിർമ്മിക്കുന്നതിനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. റോ മെറ്റീരിയലുകളുടെ വലിപ്പം പരിശോധിക്കുക. 3 ജോ ചക്കിൽ മെറ്റീരിയൽ ഹോൾഡ് ചെയ്യുക. ഒരു എൻഡിൽ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. ഫേസിംഗ് ചെയ്ത എൻഡിൽ ഒരു സെന്റർ ഡ്രിൽ ഉണ്ടാക്കുക. ഫേസ് ചെയ്ത എൻഡിൽ നിന്ന് 20 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് 22.5 മില്ലിമീറ്റർ ലെങ്തിൽ ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യുക. എൻഡ് 1:45 ഡിഗ്രിയായി ചേംഫർ ചെയ്യുക. വർക്ക് തിരിച്ചുവച്ച് ജോയിൽ ക്ലാമ്പ് ചെയ്യുക. ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. ടോട്ടൽ ലെങ്ത് 75 മില്ലിമീറ്ററായി ഉണ്ടെന്ന് ഉറപ്പാക്കുക. സെന്ററുകൾക്കിടയിൽ ജോബ് ഹോൾഡ് ചെയ്യുവാൻ ഒരു സെന്റർ ഡ്രിൽ ഉണ്ടാക്കുക. ഫേസിംഗ് ചെയ്ത എൻഡിൽ നിന്ന് 16 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് 15 മില്ലിമീറ്റർ നീളത്തിലേക്ക് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റിൽ 5 ഡിഗ്രി 45 മിനിറ്റ് ആംഗിൾ സെറ്റ് ചെയ്ത് 37.5 മില്ലിമീറ്റർ നീളത്തിൽ ഫീഡ് നൽകി എക്സ്റ്റേണൽ ടേപ്പർ ഉണ്ടാക്കുക. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ടേപ്പർ നിർമ്മിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഇപ്പോൾ നമുക്ക് പഠിക്കാം. റോ മെറ്റീരിയലുകളുടെ സൈസ് പരിശോധിക്കുക. സെന്ററുകൾക്കിടയിൽ ജോബ് ഹോൾഡ് ചെയ്യുക. 12 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് 15 മില്ലിമീറ്ററിൽ സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക.
സെന്ററുകൾക്കിടയിൽ വർക്ക് പീസ് റിവേഴ്സ് ചെയ്ത് റീഫിക്സിംഗ് ചെയ്യുക. അടുത്ത എൻഡിൽ 12 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് 15 മില്ലിമീറ്ററായി സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ഈ എക്സർസൈസിന് വേണ്ടി 32 മില്ലിമീറ്റർ ഡയാമീറ്ററിൽ നിന്ന് 22 മില്ലിമീറ്റർ ഡയാമീറ്ററിലേക്കുള്ള ഒരു ടേപ്പർ 109 മില്ലിമീറ്റർ ലെങ്തിൽ നൽകിയിരിക്കണം. ഈ ടേപ്പറിനായുള്ള ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് ചെയ്യുന്നതിനുള്ള കാൽക്കുലേഷൻ ഇപ്രകാരമാണ്. ലാർജ് ഡയ അതായത് 32 മില്ലിമീറ്റർ മൈനസ് സ്മോളർ ഡയ അതായത് 22 മില്ലിമീറ്റർ കിട്ടുന്ന തുകയെ 2 കൊണ്ട് ഹരിച്ച് സ്പെസിമെന്റെ മൊത്തം നീളം അതായത് 180 മില്ലിമീറ്റർ ടേപ്പറിന്റെ 109 മില്ലിമീറ്റർ നീളം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് കൊണ്ട് ഗുണിച്ചാൽ മതി. ടെയിൽ സ്റ്റോക്ക് 8.2 മില്ലിമീറ്ററിൽ ഓഫ്സെറ്റ് ചെയ്യണം. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് ടേപ്പർ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. അതുപോലെ ടെയിൽ സ്റ്റോക്കിനെ 13.85 മില്ലിമീറ്റർ ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് 32 മില്ലിമീറ്ററിൽ നിന്നും 22 മില്ലിമീറ്റർ ആകുന്ന തരത്തിൽ 20 മില്ലിമീറ്റർ നീളത്തിൽ ടേപ്പർ ടേണിംഗ് ചെയ്യുക. വേർനിയർ ബെവൽ പ്രൊട്രാക്ടറും വേർനിയർ കാലിപ്പറും ഉപയോഗിച്ച് ജോബിന്റെ വലിപ്പം പരിശോധിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ. ഷാർപ്പ് കോർണറുകൾ നീക്കം ചെയ്യുക. സെന്റർ ഡ്രില്ലിംഗും ടേപ്പർ ടേണിംഗിലും കൂളന്റ് ഉപയോഗിക്കുക. നേർലിംഗ് ചെയ്യുമ്പോൾ കുറഞ്ഞ സ്പീഡ് ഉപയോഗിക്കുക. നേർലിംഗ് ചെയ്യുമ്പോൾ ധാരാളം കൂളന്റ് ഉപയോഗിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് രീതി ഉപയോഗിച്ച് മേൽ ടേപ്പർ നിർമ്മിക്കുന്നത്. സർഫസ് നർലിംഗ് ചെയ്യുന്നത്. ടേപ്പറിന്റെ എക്സ്പ്രഷൻ അനുസരിച്ച് ഓഫ്സെറ്റിന്റെ അളവ് കണക്കാക്കുവാൻ. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് രീതി ഉപയോഗിച്ച് എക്സ്റ്റേണൽ ടേപ്പർ ചെയ്യുന്നത്. മെയിൽ ടേപ്പർ ടേണിംഗ്, ബൈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ്, ഓഫ്സെറ്റ് ടെയിൽ സ്റ്റോക്ക് എന്നിവയാണ് ഈ സെഷനിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.